എന്തായി? ഞങ്ങള് പുറത്തായി. നിങ്ങൾ എപ്പോഴോ പുറത്തായതല്ലേ? അല്ല ഞങ്ങൾക്ക് ഇനിയൊന്നുമില്ല. ഒന്നുമില്ല. അടുത്ത കളി ഞാൻ ഒന്നും കൂടി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. എന്ത് അടുത്ത കളി അങ്ങോട്ട് വരുന്നുണ്ട്, ഒന്നും കൂടി ടച്ച് ശരിയാക്കി തരും. അത് ഞങ്ങളെ പോകാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു പണി തന്നു പോകാനും വേണ്ടിട്ട് ഇങ്ങനെ കാത്തച്ചേക്ക. അത് കണ്ടല്ലോ ഇപ്പൊ ഇന്നലെ പണി. ഒരു തോൽവി മതി ഞങ്ങള് പുറത്താവും. ഞങ്ങൾ പുറത്താവുന്നില്ല. അമ്മായിട്ട് കളി ബാക്ക് ടു ബാക്ക് തേർഡ് വിക്ടറിയാണ്. തുടർച്ചയായി 3 കളി ജയിച്ച് 180 മേലെ CSK ചേസ് ചെയ്തിട്ട് കൊല്ലങ്ങളായി എന്ന് പറഞ്ഞറിയുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ കൊല്ലങ്ങളായിട്ടില്ല, ഒരു ദിവസമായിട്ടുള്ളൂ. കണ്ടാ CSK 180 മേലെ ലാസ്റ്റ് ചേസ് ചെയ്തെന്നാ ഒരു ദിവസം മുമ്പ്. ഇനി അത് പറയുന്നത് CSK കൊണ്ട് കെജൂല എന്ന് പറഞ്ഞു ഇവർക്കൊക്കെയുള്ള മറുപടിയാണ്. എന്തൊക്കെ ഉണ്ടാവില്ല. ഇത് ചേട്ടൻ വാഴുന്ന CSK. ചേട്ടൻ അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല. ഫസ്റ്റ് കുറച്ച് അടിച്ച് അത്രല്ലേ ഉള്ളൂ. പിടിച്ചാ പിടിച്ചില്ലേ ചേട്ടൻ? പിടിച്ച കഥ ഞാൻ പറയാം. ചേട്ടന്റെ കാര്യം ആദ്യം പറയട്ടെ. ചേട്ടൻ തന്നെയാണ് കളി തിരിച്ചത്. ഇന്നലെ ഋതുരാജ് കളി ആദ്യത്തെ ടൈം ഔട്ടിലുണ്ടല്ലോ ഇവരാ ഇംഗ്ലീഷ് ഇങ്ങനെ അടിച്ചു നിരത്തുമ്പോ ചേട്ടൻ വന്നിട്ട് പറഞ്ഞ്, മക്കളെ നമ്മള് ടീം വേറെയാണ്, അപ്പോ തിരിച്ചു വരാനുള്ള കഴിവ് ഞമ്മക്കുണ്ടെങ്കിൽ നമ്മളിപ്പൊ തിരിച്ചു വരണം. അതോടുകൂടി ആവേശം കെട്ടി കൂടിയിട്ട് അങ്ങോട്ട് കയറി 200 ഒതുങ്ങിയില്ലേ? ഏതായാലും ഈ സീസണിൽ നിങ്ങളെ തല കളിക്കൂല. അപ്പൊ അടുത്ത സീസണിക്ക് തള്ളി ഒരാളെ വെക്കണല്ലോ. അതിനുണ്ടാക്കിയൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവിടെ കണ്ടു. പിന്നെ ബാറ്റിംഗ് നല്ല തുടക്കം മൂപ്പര് കൊടുത്തു. അപ്പൊ ഉറുവിൽ അടിച്ചങ്ങോട്ട് പരത്തിട്ട് റെക്കോർഡ് 13 ബോളിൽ അടിച്ചിട്ട് റെക്കോർഡ് ഇട്ടില്ല. ഇനി ലാസ്റ്റ് ഓവർ വരെ ഞാൻ കൊണ്ടേയില്ലേ എന്നുള്ളത്. അത് നിങ്ങള് ട്യൂബനെ പേടിച്ചിട്ട് സ്പിന്നർ എറിയിക്കാതെ ഫാസ്റ്റ് ബോളർ എന്തായാലും നിങ്ങളെ ബൗളിംഗ് തീരും. അവസാനം ഒരു സ്പിന്നർ ഞങ്ങൾക്ക് എറിയിച്ചേ പറ്റൂ. ഒരാളുണ്ടല്ലോ ഇറങ്ങാൻ നേരത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് കണ്ടൊക്കെ ഇറങ്ങേണ്ട ഒരാള്. കുറച്ചു കാലമായിട്ട് അങ്ങനെയാണ്. അത് നോക്കണ്ട. വലിയ റീൽസ് ഇടലാണ് ഇത് ഞങ്ങളുടെ ആള്. കുറച്ചു കാലമായിട്ട് അങ്ങനെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഞങ്ങളെ തോൽപ്പിച്ചാൻ നോക്കിയത്. അതും കൂടി തോൽപ്പിച്ചാൻ നോക്കിയില്ല. ഉറുവിൽ അവിടെ അടിച്ചപ്പോ തന്നെ സംഗതി ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞത്. പിന്നെ കാർത്തിക് ഇപ്പൊ കഴിഞ്ഞ 1-2 കളിയിൽ ഒന്ന് പതുക്കെയാണ് പോണത്. അതിന്റെ 52 കളിയിൽ മൂപ്പരോടെ നിന്ന് ഇമ്പോർട്ടന്റ് ആണല്ലോ. പിന്നെ ആവശ്യമുള്ള സമയത്ത് നമ്മളെ ദ്യൂബന്റെ ബാറ്റ് വന്ന് 2 സിക്സറും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ബൗളിംഗ് മോശമാണ്. എവിടെ ബൗളിംഗ് മോശം? പിന്നെ നമ്മളെ 100 അഹമ്മദ് ആകെ 24 റൺ കൊടുത്തിട്ടുള്ളൂ. അത് ഓവർട്ടന്റെ ആ ഒരു ഫസ്റ്റ് ഓവർ ഉണ്ടല്ലോ, അതോടുകൂടി മാറിയതാണ്. ഞങ്ങളെ ഇംഗ്ലീഷ് എന്ത് അടിയായിരുന്നു, എന്തൊക്കെ അടി. നിങ്ങൾ പേടിച്ചില്ലേ? പേടിച്ചില്ലേ? ഒരു 250 നിങ്ങൾ പേടിച്ചില്ലേ? പിന്നെ അങ്ങനെയുള്ളപ്പോഴാണ് ചേട്ടൻ മാജിക്. ചേട്ടൻ വന്ന് എല്ലാവർക്കും ഒരു ആവേശം കൊടുത്തു, ടീം ജയിച്ചു. ഞാൻ പിന്നെ എല്ലാരോടും കൂടി പറയാണ്, ഞങ്ങള് പ്ലേ ഓഫിലും ഉണ്ടാവും. പ്ലേ ഓഫ് കയറിയാ പിന്നെ കപ്പേറ്റേ പോവുള്ളൂ.